കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷനിൽ ബെവറേജസിലേക്ക് മദ്യവുമായി വന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. മൈസൂരിൽ നിന്ന് വന്ന ലോറി ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് അപകട സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. സമീർ, എപ്പോഴാണ് അപകടം? എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ ഈ അപകടത്തിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇരിങ്ങാടൻ പള്ളിയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. മൈസൂരുവിൽ നിന്ന് ബിവറേജ് കോർപ്പറേഷനിലേക്കുള്ള മദ്യവുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഒരു കാറുമായി കൂട്ടിയിടിക്കുകയും പിന്നീട് ലോറിയുടെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ കൈവരിയിൽ ഇടിച്ച് ലോറി മറിയുകയായിരുന്നു. അതേ തുടർന്നാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഡ്രൈവർ കുടുങ്ങിപ്പോയി. വയനാട് സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻ എന്ന 30-കാരനാണ് അതിന്റെ ഡ്രൈവർ. അദ്ദേഹമാണ് അതിനകത്ത് കുടുങ്ങിപ്പോയത്. നാട്ടുകാർക്ക് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വെള്ളിമാട് കുന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. ആ വേളയിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോറി പൊളിച്ച് ആ മുൻഭാഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അല്പസമയം മുമ്പ് അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നത് 2 പേരാണ്. ആ 2 പേർക്കും നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇതിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ ഇതിന്റെ മുൻഭാഗത്ത് ഒരാളുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ആ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അതിന്റെ എയർ ബാഗൊക്കെ തന്നെ പൊട്ടി വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ മുൻഭാഗമൊക്കെ തകർന്നിട്ടുമുണ്ട്. ലോറി മൈസൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു. അതിന് എതിർദിശയിലാണ് ഈ കാർ വന്നിരുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ലോറി ഡ്രൈവർ കൃഷ്ണൻ എന്ന 30-കാരൻ മരണപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ 2 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കാറിലുണ്ടായിരുന്ന 2 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.